എല്ലാവർക്കും നമസ്കാരം. യാത്രയുടെ 14ാമത്തെ ദിവസമാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസിൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച ആഗ്രയിലെ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ലോകമഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ. ദൈവം ഭയങ്കര ഭാഷയില്ലേ. അങ്ങനെ താജ്മഹലിലേക്ക് എത്തി. നീണ്ട 22 വർഷം കൊണ്ട് വെണ്ണക്കല്ലിൽ കൊത്തിത്തീർത്ത ഒരു സ്മാരകം. ആ താജ്മഹൽ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. കാറ് നമ്മൾ കുറച്ച് അകലെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. 2 തരം ടിക്കറ്റാണുള്ളത്. ഒന്ന് 50 രൂപയുടെയും പിന്നെ 250 രൂപയുടെയും. ഫോറിനേഴ്സിനൊക്കെ കൂടുതൽ ചാർജ് വേറെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ക്യാമറ, മൊബൈല്, അത്യാവശ്യം ചില സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറ് വശത്തുള്ള ആ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഭയങ്കര വൃത്തിയായിട്ട് സ്മെല്ല. അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ. വെണ്ണക്കല്ലിൽ പണിത ആ സൗദാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് കാണുന്ന ഈ കെട്ടിട സമുച്ചയം എല്ലാം കൂടി ചേർന്നതാണ് താജ്മഹൽ എന്ന് പറയുന്നത്. 1632 മുതൽ 1653 വരെ ഉള്ള കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്കൂളിലെ ഹിസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് കുട്ടിക്ക് ജന്മം നൽകുന്നതിനിടയിലാണ് മരിച്ചത്. ആ സമയത്ത് ചക്രവർത്തിയുടെ കയ്യിൽ വളരെയേറെ സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഭാര്യയുടെ മരണം അദ്ദേഹത്തിനെ വളരെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള അഗാധമായ പ്രേമത്തിൻ്റെ ഒരു സ്മാരകമാണ് താജ്മഹൽ. മുന്നിലത്തെ കവാടം കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ താജ്മഹൽ നമുക്ക് വളരെ ഭംഗിയുള്ള താജ്മഹൽ നമുക്ക് കാണാം. ഇവിടെ നിറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ചുറ്റും കൂടിയിരിക്കുകയാണ്. എല്ലാവരും ആ താജ്മഹലിൻ്റെ മുകളിൽ കൈ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയുടെ പോസ് ഉണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഇവിടെ കൂടുതൽ പേരും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വളരെ അകലെ നിന്നാണ് ഇപ്പോൾ കാണുന്നത്. വിശാലമായ ഒരു പൂന്തോട്ടമാണ് താജ്മഹലിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളത്. വെള്ളം ചാടുന്ന ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ വെള്ളം ചാടുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. നമുക്കത് കുറച്ചും കൂടി അടുത്തേക്ക് പോയിട്ട് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴൊന്നും അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ വലിപ്പം ഉണ്ട് താജ്മഹലിന്. നമുക്ക് അടുത്തേക്ക് ചെല്ലും തോറും അതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്ത് വരും. ഇപ്പോൾ തന്നെ നോക്കിയാൽ അത്ര അകലേക്ക് ആളുകളൊക്കെ കാണുമ്പോൾ വളരെ ചെറുതായിട്ട്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് ലൈവ് ഫോട്ടോ എടുത്ത് കിട്ടും. അതിന് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവിടെ ഉണ്ട്. അത് കണ്ടില്ലേ, ആ പയ്യൻ മുകളിലെ കൈ വെച്ചിട്ടുള്ള അതേ പോസ് തന്നെ അവിടെ ഫോട്ടോ എടുക്കുന്നു. നമുക്ക് കൊടുക്കാം അതുപോലത്തെ. കുറച്ചടുത്തേക്ക് പോയി നോക്കട്ടെ. നല്ല ടെമ്പറേച്ചർ ഉണ്ട് ഇവിടെ. രാവിലെയാണ് ഇത് കാണാനായിട്ട്. ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നായിട്ടും ഭംഗി രാവിലെയാണ് കേട്ടോ. വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന കാരണം കൊണ്ട്. ഈ തറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ ഫോട്ടോ എടുക്കാം. ഇവിടെയും ഫോട്ടോ എടുക്കാനുള്ള തിക്കും തിരക്കും തന്നെയാണ്. ആൾക്കാരുടെ ഗ്യാപ്പ് ഉണ്ടോ നോക്കട്ടെ ഒന്ന് കയറാനായിട്ട്. ഇവിടെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും താജ്മഹലിൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ താജ്മഹലിന് ചുറ്റും 4 മിനാരങ്ങളാണുള്ളത്. ആ മിനാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 4 സൈഡിലേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും താജ്മഹലിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും എന്താ പറയുക പ്രകൃതിക്ഷോഭമുണ്ടായി അത് വീഴില്ല. അപ്പോൾ അതിനുവേണ്ടി ചെരിച്ച് പണിതിരിക്കണേ. അതിൽ ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലുള്ള മിനാരത്തിന് അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൈറ്റ് സൈഡിലുള്ള വഴി കൂടെയാണ് നടക്കുന്നത്. അത് അധികം വീഡിയോയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 3 കാണുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡിലുള്ളത് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള വഴി കൂടെ കുറച്ചും കൂടി നടന്ന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്, 50 രൂപയുടെ ടിക്കറ്റിന് അങ്ങോട്ട് ഉള്ളിൽ കയറി കാണാനായിട്ട് അനുമതിയില്ല. ഈ പുറത്തുകൂടെ നടക്കാൻ മാത്രമേ അനുമതിയുള്ളൂ. ഉള്ളിൽ കയറണമെങ്കിൽ 200 രൂപയും കൂടിയും കൊടുത്ത് ഇനി വീണ്ടും ടിക്കറ്റ് എടുക്കണം. ഫ്രണ്ടിൽ നിന്ന് എടുക്കുകയായിരുന്നെങ്കിൽ 250 രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഉള്ളിൽ കയറണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് ചുറ്റും ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഉള്ളിലേക്കൊന്ന് പോകുന്നുണ്ട്. ആദ്യം ഒന്ന് ചുറ്റിക്കറങ്ങി കാണട്ടെ. താജ്മഹലിൻ്റെ വലത്തെ സൈഡാണത്. 4 ഭാഗവും ഇതിൻ്റെ ഒരേപോലെ തന്നെയാണ് കൺസ്ട്രക്ഷൻ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വലത്തെ സൈഡിലേക്കാണ് വന്നത്. ഇപ്പോൾ അതിൻ്റെ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡിലേക്ക് കാണുന്നതാണ് യമുന നദി.
യമുന നദിയുടെ അക്കരെ നിന്നാലും താജ്മഹൽ കാണാം. അതിനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ട്. അതിനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട് അവിടെ. നിന്ന് നല്ലൊരു കാഴ്ച താജ്മഹലിൻ്റെ കാണാനായിട്ട് പറ്റും. ഈ കാണുന്ന ഒരു മോസ്കാണ്. ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇടത് സൈഡിലാണിത്. ലെഫ്റ്റ് സൈഡിൽ മോസ്കും റൈറ്റ് സൈഡിൽ ഒരു ഗസ്റ്റ് ഹൗസാണ് ഉള്ളത്. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് 200 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാണ്. ഈ മിനാരങ്ങൾ നിൽക്കുന്ന ഭാഗം തന്നെ ഏകദേശം 2 ആളിലധികം ഉയരത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ 200 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടത്. ഫ്രണ്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 250 രൂപയ്ക്ക് എല്ലാം കൂടി എടുക്കായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് സിറ്റുവേഷൻ നോക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ട് എടുത്തതാണ്. ഖുറാനിലെ വചനങ്ങളാണ് ഈ സൈഡിലൊക്കെ കുത്തിവെച്ചിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മഹലിൻ്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ പുറത്തേക്ക് വന്നു. അതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല. കുറേ പേരൊക്കെ അവിടെ മൊബൈലിൽ എടുക്കുന്നത് കണ്ടു. ഇത് താജ്മഹലിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവരുടെ ഗസ്റ്റ് ഹൗസും, റൈറ്റ് സൈഡിൽ ഇപ്പോൾ സുഖമായിട്ട് മോസ്കും കാണാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ. ഒരു വലിപ്പം നോക്കിയാൽ ഗംഭീര വലിപ്പമാണ്. നേരെ കാണുന്നതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കടന്നു വന്ന ഗേറ്റ്. അവിടെ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയാവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങി. ഞങ്ങളിപ്പോൾ ഫ്രണ്ടിൽ വന്ന് താഴേക്ക് ഇറങ്ങി തിരിച്ചു പോകാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ നടന്നു വരുന്നുണ്ട് അവിടെ നിന്ന്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴേക്ക് ഇറങ്ങി പോകാനായിട്ട്. ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ചെരുപ്പിൻ്റെ മുകളിലിടാനായിട്ട് അവരൊരു കവർ തന്നിട്ടുണ്ട്. അത് ഇറങ്ങി പോകുമ്പോൾ ഊരി ഇവിടെ ബോക്സിലിട്ടിട്ട് വേണം നമുക്ക് പോകാം. ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അവിടെ 2 കബറിടങ്ങളാണ്. പിന്നെ അതിൻ്റെ സൈഡിലെ മാർബിളും അതിൻ്റെ കൊത്തുപണികളൊക്കെ കുറച്ച് കാണാനുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കൂടുതൽ നേരം ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല. നല്ല തിരക്ക് വരും ഉള്ളിലേക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, ഇത് പണിത കാലഘട്ടത്തിൽ ഇത്രയേറെ സാങ്കേതികവിദ്യ വളരെ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇത്രയും വലിയ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് 1600കളിൽ ഇത്രയും വലിയൊരു താജ്മഹൽ പണിതു. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് ശരിക്കും പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നതാണ് ഇതിന് ഏറ്റവും ഭംഗി. അതിൻ്റെ ആസ്വാദവും പുറത്തുനിന്ന് കാണുന്നത് തന്നെയാണ്.